ഇത് വലിയ പാറക്കല്ലുകളാണല്ലോ, അതുകൊണ്ട് യന്ത്രസഹായം കൂടിയേ തീരൂ. ഹിറ്റാച്ചി അവിടേക്ക് എത്തിക്കുക എന്നത് അപ്പോഴും വെല്ലുവിളിയാണല്ലോ സുജിത്ത്. മറ്റൊന്ന്, സമയം ഇപ്പോൾ സന്ധ്യ കഴിയുന്നു. ഇരുട്ടായാൽ അതും ദുഷ്കരമാക്കുമല്ലോ രക്ഷാപ്രവർത്തനം. സുജിത് സുരേന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംഭവ സ്ഥലത്ത് നിന്ന് പത്തനംതിട്ട കോന്നിയിലാണ് പാറമടയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് കല്ലും മണ്ണും പതിച്ചത്. 2 പേരാണ് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അതിൽ ഒരാളെ ഇപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പാറക്കല്ലുകൾ മാറ്റി അദ്ദേഹത്തെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. മറ്റൊരാൾക്ക് വേണ്ടി ഇപ്പോഴും തിരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ അപകടത്തിൽ പെട്ടത്. സുജിത് സുരേന്ദ്രൻ തുടരുന്നുണ്ട്. സുജിത്ത്, ഈ വലിയ പാറക്കല്ലുകൾ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ യന്ത്രസഹായം കൂടിയേ തീരൂ. അവിടേക്ക് വഴിയൊരുക്കി ഹിറ്റാച്ചിക്ക് എത്തേണ്ടതുണ്ട്. രാത്രിയാകുന്നു. ഇതൊക്കെയും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുകയല്ലേ നിലവിൽ? ഉന്മേഷ്, അവിടേക്ക് യന്ത്രസഹായങ്ങൾ കൂടി മാത്രമേ ആ പാറച്ചീളുകൾ, വലിയ പാറച്ചീളുകൾ മാറ്റാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെയാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹിറ്റാച്ചി പ്രവർത്തനം നിർത്തിവെച്ച് അതിൻ്റെ എതിർവശത്തുള്ള ഹിറ്റാച്ചി അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ ആ ഭാഗത്തേക്ക് എത്തിക്കുന്നതിനുള്ള ആ ഹിറ്റാച്ചിക്ക് പോലും എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ സാഹസികമായി മാത്രമേ അവിടേക്ക് എത്താൻ കഴിയൂ. കാരണം മുകളിൽ നിന്നുള്ള വലിയ പാറച്ചീളുകൾ അവിടെ വീണ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ആ വലിയ പാറച്ചീളുകൾ മാറ്റി ഇപ്പോൾ കാല് കണ്ടതായി പറയുന്ന ആ സ്ഥലത്തേക്ക് എത്തി ആ വലിയ പാറച്ചീളുകൾ ആ മുകളിൽ നിന്നും, ആ തൊഴിലാളിയുടെ മുകളിൽ നിന്നും മാറ്റിയതിനു ശേഷമാകും അത് ആ തൊഴിലാളിയുടെ ശരീരം പുറത്തെടുക്കാൻ സാധിക്കുക. പക്ഷേ ഇതിന് മുകളിലുള്ള ഹിറ്റാച്ചി തകർന്നു കിടക്കുന്ന ഭാഗത്ത് അവിടേക്ക് എത്തുക എന്നുള്ളത് ഇപ്പോഴും വലിയ ദുർഘടമായി തന്നെ നിലനിൽക്കുകയാണ്. അവിടേക്ക് ഇറങ്ങണമെങ്കിൽ ഒന്നുകിൽ ക്രെയിൻ ഉപയോഗിച്ചടക്കം മാത്രമേ, ഏതെങ്കിലും വളരെ സാഹസികമായി മാത്രമേ അവിടേക്ക് ഇറങ്ങാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ആദ്യം ഇപ്പോൾ കാലു കണ്ടതായി പറയുന്ന ആ തൊഴിലാളിയെ പുറത്തെടുക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഉന്മേഷ്, ശരി. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. രക്ഷാദൌത്യം, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. NDRF സംഘം അല്പസമയത്തിനകം അവിടെ എത്തിച്ചേരും.